ഗായ്സ്, മഴക്കാല യാത്രകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിലവിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് താമരശ്ശേരി ചുരത്തിലാണ്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്, 2 ബൈക്കിലായിട്ട്. ഊട്ടിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഊട്ടിയിൽ നിന്നും അട്ടപ്പാടിയിലേക്കും അതിനുശേഷം മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ വഴി തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കുണ്ട്. കാലത്തൊക്കെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ഥലമാണ് താമരശ്ശേരി ചുരം. അപ്പോൾ എല്ലാവരും വരിക, ആസ്വദിക്കുക. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മഴയുള്ള സമയത്ത് നമ്മൾ കാറിലല്ലേ പോകട്ടെ? പക്ഷേ ബൈക്ക് പോകുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ്, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം, അല്ലേ ജിയെ? അതെ. നല്ല മഴക്കുള്ള കോളുണ്ട്, നല്ല അത്യാവശ്യം തിരക്കും ഉണ്ട് ചുരത്തിൽ. മഴയൊന്നുമില്ലായിരുന്നു ചുരം കയറുന്ന സമയത്ത്, പക്ഷേ ഇപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത്യാവശ്യം തിരക്കും ഉണ്ട്. വെക്കേഷനൊക്കെ കഴിയാനായതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ ഇപ്പോൾ വയനാട് കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ചുരത്തിൽ എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ പെട്ടൊന്നാണിത്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. 1-2 സ്ഥലങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, അതിൽപ്പെട്ടൊരു സ്ഥലമാണിത്. അടിപൊളിയാണ്. ചുരത്തിലൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവിംഗ് ആണ്. ട്രാഫിക് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. കാരണം ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ തന്നെ വലിയ രീതിയിൽ ബ്ലോക്കുകളാവും, മണിക്കൂറുകളോളം ഇവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു സമയത്തുള്ളത്. നിലവിൽ വൈകുന്നേരം 4 മണിയാണിത്. ചെറിയ രീതിയിൽ പൊടിയുന്ന മഴയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആളുകളും ഉണ്ട് ഈ ഒരു സമയത്ത്. ഇതിപ്പോൾ 9-ാം വളവിൻ്റെ മുന്നുള്ള വ്യൂ പോയിൻ്റാണ്. വാഹനം നിർത്തരുതെന്നൊക്കെ ആണ്, എന്നാലും ഒരുപാട് ആളുകൾ കുറഞ്ഞ സമയത്ത് നിർത്തിയിട്ട് പെട്ടെന്ന് പോകാനുള്ള രീതിയിൽ കണ്ടില്ല, നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും അപകടം നിറഞ്ഞ വഴികളിൽ ഒന്നാണിത്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഗായ്സ്, കോട്ട് വാങ്ങിയില്ല, വാങ്ങണമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇനി മേലത്തി ലക്കടി എത്തിയിട്ട് വാങ്ങപ്പോൾ മഴ പെയ്തു. ചെറിയൊരു മഴ, അത്യാവശ്യം കോട, അടിപൊളി. പെട്ടു, മഴ പെയ്തു. ഇഞ്ചലാണെങ്കിൽ കോട്ടുമില്ല, ഒരു കോട്ടേ ഉള്ളൂ. 9-ാം വളവിലാണുള്ളത്. മഴ പെയ്യുന്ന സമയത്ത് താമരശ്ശേരി ചുരം അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കും, അതിലൊരു സംശയവുമില്ല. ഞങ്ങളിതാ മഴയും കൊണ്ട് അങ്ങനെ നിൽക്കുക. മഴ പെയ്യൂലെന്ന് വിചാരിച്ച് കോട്ട് വാങ്ങാണ്ട് വന്നതിന് ഇപ്പം നല്ല മഴ. ഊട്ടിയിലിനിപ്പോൾ എങ്ങനെ എത്തുകയെന്ന് പറയാൻ പറ്റൂല. ഊട്ടിയിലെത്തിയാൽ കാണാം. അടിപൊളി ക്ലൈമറ്റ് ആണ് ഗായ്സ്. ഫോണ് കേട്ടുവരുമെന്ന് അറിയില്ല, പക്ഷെങ്കിൽ ഈ ഒരു വിഷ്വൽ എടുക്കണം വല്ലാത്ത പൂതി, അതുകൊണ്ടാണ്. കോട്ട് വാങ്ങാൻ കയറി ഗായ്സ്. ലക്കിടി കോട്ടില്ല ഗായ്സ്. 100 റുപ്യ കയ്യിൽ വന്നതിന് മഴക്കോട്ടില്ല എന്ന് അവര് പറയുന്നത്. സംശയം തീർന്നു ഗായ്സ്. ഒന്ന് സൈഡാക്കി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഈ ഒരു റൂം ഭയങ്കര ലക്ഷറി ഒന്നും അല്ല, 1000 രൂപേൻ്റെ റൂമാണ്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, റൂം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഞങ്ങൾ 3 പേരാണ് ഇവിടെ കിടന്നത്. അപ്പോൾ പിന്നെ ടോയ്ലറ്റ് ആണ് പ്രശ്നം, മെയിൻ പ്രശ്നം എന്താ. പിന്നെ അത്യാവശ്യം കാര്യം സാധിക്കാനൊക്കെ ഇതൊക്കെ മതിയാവും. ഊട്ടിയിൽ വരുന്ന ആളുകളൊക്കെ റൂം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. റൂം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം എല്ലാവരും ഊട്ടിയിലേക്ക് വരിക. കാരണം ഇതുപോലത്തെ റൂമൊക്കെ ആയിരിക്കും പിന്നെ കിട്ടുക. നമ്മൾ നല്ല പൈസയും കൊടുക്കേണ്ടി വരും, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. ഓക്കെ.